തമിഴ്നാട് നിയമസഭയിൽ പഴനിസ്വാമി വിശ്വാസ വോട്ട് നേടി 122 എംഎൽഎമാരുടെ പിന്തുണയാണ് നേടിയത്. 11 എംഎൽഎമാർ എതിർത്തു. വിശദാംശങ്ങളുമായി എം സന്തോഷ് ചേരുന്നു. സന്തോഷ്, നാടകീയ രംഗങ്ങൾ തന്നെയാണ് ഇന്നും തമിഴ്നാട് നിയമസഭയിൽ അരങ്ങേറിയത്. ഏറ്റവും പുതിയ വിശദാംശങ്ങൾ. നാടകീയ രംഗങ്ങൾക്കും സംഘർഷത്തിനും ഒടുവിലാണ് തമിഴ്നാട് നിയമസഭയിൽ പളനിസ്വാമി സർക്കാർ ഭൂരിപക്ഷം തെളിയിച്ചിരിക്കുന്നത്. രാവിലെ 11 മണിക്ക് സഭ സമ്മേളിച്ച് വിശ്വാസപ്രമേയത്തിൽ വോട്ടെടുപ്പ് ആരംഭിച്ചപ്പോൾ തുടങ്ങിയ സംഘർഷമാണ്. വിശ്വാസപ്രമേയം മുഖ്യമന്ത്രി അവതരിപ്പിച്ചതിന് ശേഷം ചർച്ചയിലേക്ക് കടന്നു. DMK നേതാവും പ്രതിപക്ഷ നേതാവുമായ MK സ്റ്റാലിൻ രഹസ്യ ബാലറ്റിൽ വോട്ടെടുപ്പ് വേണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചു. പനീർസെൽവവും കോൺഗ്രസ് അംഗങ്ങളും ഇതേ ആവശ്യത്തിൽ ഉറച്ചു നിന്നു. എന്നാൽ രഹസ്യ ബാലറ്റല്ല, പരസ്യ വോട്ടെടുപ്പാണ് നടക്കുക എന്നുള്ള നിലപാട് സ്പീക്കർ സ്വീകരിച്ചതോടുകൂടി സഭയിൽ സംഘർഷം ആരംഭിക്കുകയായിരുന്നു. DMK അംഗങ്ങൾ നടുത്തളത്തിൽ ഇറങ്ങി ബഹളം വെക്കുകയും സ്പീക്കറുടെ ചേംബറിൽ അതിക്രമിച്ച് കയറുകയും സ്പീക്കറുടെ കസേര കയ്യേറുകയും ചെയ്തു. സ്പീക്കറെ ശാരീരികമായി ഉപദ്രവിക്കാനും DMK അംഗങ്ങളുടെ ഭാഗത്തു നിന്നും ശ്രമമുണ്ടായി. ഇതിനെ തുടർന്ന് 1 മണിവരെ സഭ നിർത്തിവെക്കുന്നതായി സ്പീക്കർ അറിയിക്കുകയും സഭ വിട്ട് പുറത്തു പോവുകയും ചെയ്തു. പിന്നീട് സഭ സമ്മേളിച്ച സമയത്തും സമാനമായ സംഭവങ്ങൾ തന്നെയാണ് അരങ്ങേറിയത്. അത്യന്തം സംഘർഷഭരിതമായ അന്തരീക്ഷം സഭയിൽ നിന്നതോടുകൂടി DMK അംഗങ്ങളെ മുഴുവൻ സഭയിൽ നിന്ന് പുറത്താക്കണമെന്ന് സ്പീക്കർ നിർദ്ദേശം നൽകി. പിന്നീട് വാച്ചാൻപാടും DMK അംഗങ്ങളും തമ്മിൽ ബലാബലവും സഭയിൽ വെച്ച് തന്നെ ബലാബലം നടന്നു. അതിനുശേഷം സ്റ്റാലിൻ ഉൾപ്പെടെയുള്ള DMK അംഗങ്ങളെ പുറത്താക്കി. പിന്നീട് കോൺഗ്രസും മുസ്ലിം ലീഗിലെ ഒരംഗവും സഭ ബഹിഷ്കരിച്ച് പുറത്തു പോവുകയും ചെയ്തു. പിന്നീട് അവശേഷിച്ചത് 123 MLAമാർ. AIDMKയുടെ പനീർസെൽവം വിഭാഗം അടക്കം 133 MLAമാരാണ്. വോട്ടെടുപ്പ് സ്പീക്കർ നടത്തി. ഈ വോട്ടെടുപ്പിൽ വെച്ച് 122 MLAമാർ വിശ്വാസ പ്രമേയത്തിന് അനുകൂലിച്ച് വോട്ട് ചെയ്യുകയും പനീർസെൽവം ക്യാമ്പിലെ 11 MLAമാർ വിശ്വാസ പ്രമേയത്തെ എതിർത്ത് വോട്ട് ചെയ്യുകയും ചെയ്തു. സർക്കാർ ഭൂരിപക്ഷം തെളിയിച്ചതായി സ്പീക്കർ അറിയിച്ചതോടുകൂടിയാണ് മണിക്കൂറുകൾ നീണ്ട നാടകീയ സംഭവങ്ങൾക്ക് തിരശ്ശീല വീണത്. എങ്കിൽ കൂടിയും അതിനുശേഷം DMK നേതാവ് രാജ്ഭവനിലെത്തി സ്പീക്കറെ ഗവർണർ C വിദ്യാസാഗർ റാവുവിനെ കണ്ട് പരാതി നൽകി. ഇന്നത്തെ നിയമസഭയിൽ നടന്ന സംഭവ വികാസങ്ങൾ ദൗർഭാഗ്യകരമാണെന്നും ജനാധിപത്യ വിരുദ്ധമാണെന്നും നിയമലംഘനം നടന്നിട്ടുണ്ടെന്നും ഗവർണർക്ക് പരാതി നൽകിയ സ്റ്റാലിൻ മറീന ബീച്ചിൽ തിരിച്ചെത്തി ധർണ ആരംഭിച്ചു. എന്നാൽ മറീന ബീച്ചിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ച് സ്റ്റാലിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ് ചെയ്തത്. ഏതായാലും വരും ദിവസങ്ങളിലും തമിഴ് രാഷ്ട്രീയത്തിൽ വാക്പോരുകൾ തുടരും എന്നുള്ളതിന്റെ സൂചനകൾ തന്നെയാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. അതേസമയം തന്നെ പാർട്ടി പിടിച്ചെടുക്കാനായി ശശികല വിഭാഗവും O പനീർസെൽവം വിഭാഗവും ശക്തമായ രാഷ്ട്രീയ കരുനീക്കങ്ങളും തുടരും. ധന്യ. എം സന്തോഷാണ് വിശദാംശങ്ങൾ നൽകിയത്. കൊച്ചിയിൽ തട്ടിക്കൊണ്ടുപോകപ്പെട്ട നടിക്ക് നേരിടേണ്ടി വന്നത് ക്രൂര പീഡനങ്ങൾ. നടി പ്രതി സുനിലും തമ്മിലുള്ള ബന്ധത്തിലും ദുരൂഹതകൾ. വിശദാംശങ്ങളുമായി ഉമേഷ് ചേരുന്നു. ഉമേഷ്, ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. വളരെ ക്രൂരമായി പ്രതി പെരുമാറി എന്നാണ് നടി കൊടുത്തിരിക്കുന്ന പരാതിയിലും പറയുന്നത്. കേസ് ഏത് വഴിയിലാണ് നീങ്ങുന്നത്? വിശദാംശങ്ങൾ. തന്നെ ഇന്നലെ രാത്രി തൃശ്ശൂരിൽ നിന്നും കൊച്ചിയിലേക്ക് കാറിൽ വരുമ്പോഴാണ് അത്താണിക്ക് സമീപം നടിയുടെ കാർ തടഞ്ഞു നിർത്തി 4-അംഗ സംഘം അതിക്രമിച്ചു കയറിയത്. 2 മണിക്കൂറോളം കാറിലുണ്ടായിരുന്ന സംഘം നടിയെ ക്രൂരമായ ശാരീരിക പീഡനത്തിന് വിധേയയാക്കി. ലൈംഗിക വൈകൃതത്തിന് തന്നെ നിർബന്ധിച്ചുവെന്ന് നടി പോലീസിന് നൽകിയ മൊഴിയിൽ പറയുന്നു. വിവസ്ത്രയാക്കിയ ശേഷം ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്തിയ സംഘം നടിയുടെ ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും മുറിവേൽപ്പിച്ചതായും മൊഴിയിൽ പറയുന്നുണ്ട്. ബ്ലാക്ക്മെയിൽ ചെയ്ത് പണം തട്ടലായിരുന്നു ഉദ്ദേശമെന്ന് പോലീസ് നിഗമനത്തിലെത്തിയിട്ടുണ്ട്. നടി പരാതി നൽകില്ലെന്നായിരുന്നു മുഖ്യപ്രതിയും നടിയുടെ മുൻ ഡ്രൈവറുമായ സുനിലിന്റെ ധാരണ. സംഭവത്തിന് ശേഷം സിനിമാ രംഗത്തുള്ള പല പ്രമുഖരും സുനിലിനെ വിളിച്ചു. എന്നാൽ ഫോൺ ഓഫാക്കി സുനിൽ മുങ്ങുകയായിരുന്നുവെന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം. നടിയും സുനിലും തമ്മിലുള്ള ബന്ധത്തിലെ ദുരൂഹതയെക്കുറിച്ചും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. അതേസമയം മറ്റു പ്രതി സലീമിനെ ഉടൻ അറസ്റ്റ് ചെയ്തേക്കും. നടി സഞ്ചരിച്ചിരുന്ന വാഹനത്തിന്റെ ഡ്രൈവർ മാർട്ടിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. പീഡനത്തിന് ശേഷം കാറിൽ ഉപേക്ഷിക്കപ്പെട്ട നടി സംവിധായകൻ ലാലിന്റെ കാക്കനാട്ടുള്ള വീട്ടിലെത്തി അഭയം പ്രാപിക്കുകയായിരുന്നു. ലാൽ കൊച്ചി റേഞ്ച് IGയെ വിളിച്ച് വിവരം അറിയിച്ചതിനെ തുടർന്നാണ് ഇതിൽ അന്വേഷണം ആരംഭിക്കുന്നത്. ഇന്നലെ രാത്രി തന്നെ പോലീസ് നടിയുടെ മൊഴിയെടുക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ മറ്റ് പ്രതികളെല്ലാം ഒളിവിലാണ് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. അവർക്ക് വേണ്ടിയുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്.
കൊച്ചിയിൽ പ്രമുഖ നടിയെ തട്ടിക്കൊണ്ടുപോയി ആക്രമിച്ച സംഭവത്തിൽ പ്രതികൾക്കെതിരെ ബലാത്സംഗത്തിന് പോലീസ് കേസെടുത്തിരിക്കുകയാണ്. പ്രതികൾ നടിയെ ലൈംഗിക വൈകൃതത്തിന് നിർബന്ധിക്കുകയും വീഡിയോ പകർത്തുകയും ചെയ്തതായി പോലീസ് പറയുന്നു. സംഭവത്തിൽ കൊരട്ടി സ്വദേശി മാർട്ടിൻ എന്നയാൾ പിടിയിലാണ്. പ്രധാന പ്രതി സുനിൽ ഇപ്പോഴും ഒളിവിലാണ്. വിശദാംശങ്ങളാണ് കെ ഉമേഷ് നൽകിയത്. നടിയെ തട്ടിക്കൊണ്ടുപോയി ഉപദ്രവിച്ച സംഭവം ഉത്കണ്ഠാജനകമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ദില്ലിയിൽ പ്രതികരിച്ചു. അല്ല, ഇതൊരു പ്രധാന പ്രശ്നം തന്നെയാണല്ലോ. ഒരു സ്ത്രീ ആക്രമിക്കപ്പെടുക എന്നുള്ളത് സ്വാഭാവികമായിട്ടും നമ്മുടെ നാടിന് വലിയ തോതിൽ ഉത്കണ്ഠ ഉണ്ടാക്കുന്ന പ്രശ്നമാണല്ലോ. ആ ഉത്കണ്ഠ സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്നുണ്ട്. എന്നാൽ സാധാരണ നിലയിൽ സംഭവിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത്. അത് പോലീസ് ഗൗരവമായിട്ട് തന്നെ എടുക്കുന്നുണ്ട്, നടപടികൾ സ്വീകരിക്കുന്നുണ്ട്, ശക്തമായ നടപടി സ്വീകരിക്കും. ഈ ആളെ മനസ്സിലാക്കാൻ കഴിഞ്ഞത് തന്നെ വലിയ ഗുണമാണ്. എന്നാൽ മനസ്സിലാക്കുന്നത് ഒരു വാഹനം അവർ ഉപയോഗിച്ചല്ലോ. ആ വാഹനത്തിൻ്റെ നമ്പർ ഒരു ഹോണ്ടയുടെ നമ്പറാണെന്നാണ്, ബൈക്കിൻ്റെ. അത് ഇതിൻ്റെ നമ്പറല്ല എന്നാണ് കേൾക്കുന്നത്. ഏതായാലും പോലീസ് അതിൻ്റെ പിന്നാലെയുണ്ട്. വാർത്തയിലേക്ക്. പാറ്റൂർ ഭൂമി ഇടപാട് കേസിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ പ്രതിയാക്കി എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു. നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് വിജിലൻസ് നടപടി. ഉമ്മൻചാണ്ടിയെ കേസിൽ 4-ാം പ്രതിയും മുൻ ചീഫ് സെക്രട്ടറി കെ ഭരത് ഭൂഷണെ 3-ാം പ്രതിയുമാക്കിയാണ് എഫ്ഐആർ. 5 പേരടങ്ങുന്ന പ്രതിപട്ടിക ഉൾപ്പെടുന്ന എഫ്ഐആർ വിജിലൻസ് അന്വേഷണ സംഘം കോടതിയിൽ സമർപ്പിച്ചു. പാറ്റൂർ ഭൂമി ഇടപാടിൽ കയ്യേറ്റം സ്ഥിരീകരിച്ചിട്ടും കേസെടുക്കാത്തതിനെ തിരുവനന്തപുരം പ്രത്യേക വിജിലൻസ് കോടതി രൂക്ഷമായി വിമർശിച്ച പശ്ചാത്തലത്തിലാണ് വിജിലൻസിന്റെ നടപടി. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, മുൻ ചീഫ് സെക്രട്ടറി കെ ഭരത് ഭൂഷൺ എന്നിവരെ പ്രതികളാക്കിയാണ് കേസിൽ വിജിലൻസ് അന്വേഷണ സംഘം എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത്. ഉമ്മൻചാണ്ടി 4-ഉം ഭരത് ഭൂഷൺ 3-ാം പ്രതിയുമാണ്. അഴിമതി നിരോധന നിയമത്തിലെ 13(1)(d), 13(2), IPC 120B എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് ഉമ്മൻചാണ്ടിയെ പ്രതിയാക്കിയത്. വാട്ടർ അതോറിറ്റി ജീവനക്കാരായ സോമശേഖരൻ 1-ാം പ്രതിയും മധു 2-ാം പ്രതിയും ആർടെക് MD അശോക് കുമാറിനെ കേസിൽ 5-ാം പ്രതിയുമാക്കിയാണ് കേസ്. വിജിലൻസ് സംഘം എഫ്ഐആർ കോടതിയിൽ സമർപ്പിച്ചു. ലോകായുക്തയിൽ പരിഗണനയിലുള്ള കേസായാലും വിജിലൻസിന് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുന്നതിൽ തടസ്സമില്ലെന്ന് നിയമോപദേശം ലഭിച്ച സാഹചര്യത്തിലാണ് വിജിലൻസ് കേസെടുത്തത്. കേസ് രജിസ്റ്റർ ചെയ്യാനാകില്ലെന്ന അന്വേഷണ ഉദ്യോഗസ്ഥന്റെ വാദങ്ങൾ തള്ളിയാണ് നിയമോപദേശം. പാറ്റൂരിലെ സർക്കാർ ഭൂമി സ്വകാര്യ കമ്പനിക്ക് ഫ്ളാറ്റ് നിർമ്മാണത്തിന് ചട്ടങ്ങൾ ലംഘിച്ച് കൈമാറിയെന്നാണ് ആരോപണം. ഭരണപരിഷ്കാര കമ്മീഷൻ അധ്യക്ഷൻ VS അച്യുതാനന്ദൻ നൽകിയ പരാതിയിൽ കേസെടുത്ത് ഈ മാസം 21-ന് റിപ്പോർട്ട് സമർപ്പിക്കാൻ നേരത്തെ കോടതി നിർദ്ദേശിച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് വിജിലൻസ് നിയമോപദേശം തേടിയത്. കേസ് രജിസ്റ്റർ ചെയ്യുന്നതിൽ നിയമതടസ്സമില്ലെന്നാണ് നിയമോപദേശകർ കൂട്ടായി തീരുമാനിച്ച് ഡയറക്ടർക്ക് റിപ്പോർട്ട് നൽകിയത്. അഡ്വക്കേറ്റ് ജനറലും ഇതേ നിയമോപദേശം നൽകി. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. 23-ന് തന്നെ റിപ്പോർട്ട് നൽകാനാണ് വിജിലൻസിന്റെ തീരുമാനം. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ജിഷ്ണു പ്രണോയിയുടെ വായിലും ഹോസ്റ്റലിലെ ശുചിമുറിയിലും രക്തം കണ്ടിരുന്നതായി സഹപാഠിയുടെ വെളിപ്പെടുത്തൽ. സഹപാഠി ഇക്കാര്യം സ്ഥിരീകരിക്കുന്ന ശബ്ദരേഖ ജിഷ്ണുവിന്റെ ബന്ധുക്കൾ പുറത്തുവിട്ടു. ഇക്കാര്യത്തെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ പഴയന്നൂർ പോലീസ് ഇത് നിഷേധിക്കുന്ന ശബ്ദരേഖയും പുറത്തുവന്നു. ജിഷ്ണു പ്രണോയിയുടെ മൃതദേഹത്തിൽ പോസ്റ്റ്മോർട്ടത്തിന് മുമ്പ് രക്തക്കറകൾ ഉണ്ടായിരുന്നുവെന്ന വാർത്ത പീപ്പിൾ TV ദൃശ്യങ്ങൾ സഹിതം റിപ്പോർട്ട് ചെയ്തിരുന്നു. ജിഷ്ണുവിന്റെ മുഖത്തും മൂക്കിലും മരണത്തിന് മുമ്പ് മുറിവുകൾ ഏറ്റതായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും വ്യക്തമായി. ഇക്കാര്യം സ്ഥിരീകരിക്കുന്ന നിർണായക വെളിപ്പെടുത്തലാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ജനുവരി 6-ന് വൈകിട്ട് ഹോസ്റ്റൽ മുറിയിൽ നിന്ന് ജിഷ്ണുവിനെ പുറത്തെത്തിച്ചപ്പോൾ വായിൽ രക്തം കണ്ടെത്തിയിരുന്നു എന്നാണ് സഹപാഠിയുടെ വെളിപ്പെടുത്തൽ. ജിഷ്ണുവിന്റെ റൂമിലെ ശുചിമുറിയുടെ ഭിത്തിയിലും രക്തമുണ്ടായിരുന്നതായി ശബ്ദരേഖയിൽ പറയുന്നു. ഇല്ല, അവന്റെ കഴുത്ത് മുറിച്ചപ്പോൾ അതിൻ്റെ ഉള്ളിൽ ബ്ലഡിന്റെ പാടുണ്ട്. അവിടെ ചോദിക്കുമ്പോൾ അവർ പറയണം അങ്ങനെ ഒരു സംഭവമില്ല, ബ്ലഡ് അത് പഴയ എന്തോ ഭിത്തിയിലെന്തോ കറയായതാണെന്നാണ് പറയണേ. അല്ലല്ല, അവന്റെ വായന ബ്ലഡ് ഒന്നും ഞാൻ കണ്ടാണ്. പിന്നെ ആ ചുമരിലും അവങ്ങനെ ചേർന്ന് കിടന്നു. ചുമരിലും എന്തുണ്ട്? ബ്ലഡ് സ്റ്റെയിൻ ഉണ്ടോ? മറ്റേ ബ്ലഡില്ല. ഇപ്പോഴുണ്ടോ? അത് ഇപ്പോഴുണ്ടോ പോലെ. അതെങ്ങനത്തെ ഭിത്തിയാണ്? ടൈലാണോ? അതിന്റെ നിലത്തല്ല, ചുമര്. അങ്ങനെ അങ്ങനെ ചുമരെന്ന് വെച്ചാൽ ടൈലാണോ അതോ? അല്ല, ടൈലല്ല. ഇതുപോലത്തെ ആണോ? അത് പോലീസ് വന്ന് ഏത് പോലീസാ വന്ന് കൂട്ടിയത്? പഴയന്നൂർ പോലീസാ? അല്ല, അതല്ല ആദ്യം വന്നാരാ? എന്നാൽ ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ പോലീസ് ഇക്കാര്യം രേഖപ്പെടുത്തിയിരുന്നില്ല. ഇതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ പഴയന്നൂർ പോലീസ് നിഷേധിക്കുന്ന ശബ്ദരേഖയും പുറത്തു വന്നിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ പഴയന്നൂർ പോലീസ് കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചതായി ജിഷ്ണുവിന്റെ ബന്ധുക്കൾ ആരോപിച്ചിരുന്നു. ഇക്കാര്യം സ്ഥിരീകരിക്കുന്ന തെളിവുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ.
റേഷൻ പ്രതിസന്ധിയിൽ കേരളം രാഷ്ട്രീയം മറന്നൊന്നിക്കണമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. സർക്കാർ സർവകക്ഷി യോഗം വിളിക്കണം. സർവകക്ഷി സമവായമില്ലെങ്കിൽ ഒറ്റയ്ക്ക് പ്രക്ഷോഭം ഏറ്റെടുക്കാൻ ഇടതുമുന്നണി ഒരുക്കമാണെന്നും കോടിയേരി തിരുവനന്തപുരത്ത് പ്രതികരിച്ചു. റേഷൻ അരിവിഹിതം വെട്ടിക്കുറച്ച കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹ നടപടിക്കെതിരെ LDF നടത്തിയ രാജ്ഭവൻ മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കോടിയേരി. കേരളത്തിന് അർഹതപ്പെട്ട റേഷൻ വിഹിതം പുനഃസ്ഥാപിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചുള്ള പ്രക്ഷോഭം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് LDF രാജ്ഭവൻ മാർച്ചും ധർണയും നടത്തിയത്. റേഷൻ പ്രതിസന്ധിയിൽ കേരളം രാഷ്ട്രീയം മറന്ന് ഒന്നിക്കണമെന്ന് പ്രതിഷേധം ഉദ്ഘാടനം ചെയ്ത CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. സർവകക്ഷി സമവായം ഇല്ലെങ്കിൽ ഒറ്റയ്ക്ക് പ്രക്ഷോഭം ഏറ്റെടുക്കാൻ ഇടതുമുന്നണി ഒരുക്കമാണെന്നും കോടിയേരി പറഞ്ഞു. അതുകൊണ്ട് ഈ കാര്യം എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും നിലപാടുകൾ വ്യക്തമാക്കണം, ജനങ്ങൾക്ക് അറിയണം. അതിനുവേണ്ടി മുഖ്യമന്ത്രി ഒരു സർവകക്ഷി യോഗം വിളിച്ചു കൂട്ടണം. എല്ലാ കക്ഷികളും ഒന്നിച്ചു ചേർന്ന് ഒരു പോരാട്ടം നടത്താൻ സന്നദ്ധമാണെങ്കിൽ ഞങ്ങൾ അവരുമായി സഹകരിക്കാൻ തയ്യാറാണ്, കേരളത്തിന്റെ ആവശ്യത്തിന് വേണ്ടി. അതെല്ലാം അവർ സഹകരിക്കുന്നില്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഈ പോരാട്ടം ഏറ്റെടുക്കും. ജനപക്ഷത്ത് ഇടതുപക്ഷം നിൽക്കും. രാഷ്ട്രീയം മറന്നുള്ള പോരാട്ടമാണ് റേഷൻ പ്രതിസന്ധിക്ക് പരിഹാരമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രനും അഭിപ്രായപ്പെട്ടു. കേരളത്തിലെ ജനതയ്ക്ക് ഒരിക്കൽ ലഭിച്ച ഈ ആനുകൂല്യം സംരക്ഷിക്കാൻ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ജനങ്ങൾ ഒരുമിച്ച് ഇത് നേടിയെടുക്കാൻ നടത്തിയ പ്രക്ഷോഭം പോലെ നടത്താൻ തയ്യാറുണ്ടോ? മോഡിക്ക് സാഡിസമാണെന്ന് ഭരണപരിഷ്കാര കമ്മീഷൻ അധ്യക്ഷൻ VS അച്യുതാനന്ദൻ പരിഹസിച്ചു. കേരളം ആവശ്യപ്പെടുന്നത് ഔദാര്യമല്ല, അവകാശമാണെന്നും VS പറഞ്ഞു. നാം ചോദിക്കുന്നത് നമ്മുടെ അർഹതപ്പെട്ട ന്യായമായ കാര്യമാണ്. റേഷൻ നിഷേധിക്കുന്നത് നിയമപരമായോ ഭരണഘടനാപരമായോ ധാർമ്മികമായോ ശരിയല്ല. മുന്നണി നേതാക്കളും ജനപ്രതിനിധികളും പ്രതിഷേധത്തിൽ അണിനിരന്നു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഉത്തർപ്രദേശിൽ മൂന്നാം ഘട്ട തെരഞ്ഞെടുപ്പ് നാളെ. പരസ്യപ്രചാരണം അവസാനിച്ചു. 69 മണ്ഡലങ്ങളിലായി 826 സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 54 സീറ്റുകളിൽ മുന്നിൽ നിന്ന സമാജ്വാദി പാർട്ടിക്ക് മൂന്നാം ഘട്ടം അഭിമാന പോരാട്ടം കൂടിയാണ്. 12 ജില്ലകളിലെ 69 മണ്ഡലങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ അഖിലേഷ് യാദവിന്റെ ജന്മസ്ഥലമായ ഇറ്റാവ, കന്വാജ്, മെയിൻപുരി ഉൾപ്പെടെയുള്ള 3 ജില്ലകൾ യാദവ് കുടുംബത്തിന്റെ കോട്ടയാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ വോട്ട് ചോർച്ച BJPയിലേക്കുണ്ടായത് സമാജ്വാദിക്ക് തിരിച്ചടിയാണ്. കഴിഞ്ഞ തവണ 2 സീറ്റുകൾ മാത്രമാണ് കോൺഗ്രസിന് നേടാനായത്. അതിനാൽ തന്നെ ഇത്തവണത്തെ കോൺഗ്രസ് സമാജ്വാദി സഖ്യം ഈ മണ്ഡലങ്ങളിൽ വിലപ്പോവില്ലെന്നാണ് BJPയുടെ അവകാശവാദം. കാർഷിക മേഖലയെ ഹർദോയി ജില്ലയിലെ 8 നിയമസഭാ മണ്ഡലങ്ങളിലും നേരിട്ട് പ്രചരണത്തിനെത്തിയ നരേന്ദ്രമോദി അഖിലേഷ് യാദവിനെതിരെ അതിരൂക്ഷ വിമർശനവും ഉന്നയിച്ചു. നോട്ട് നിരോധനം പല നേതാക്കളുടെയും ഉറക്കം കെടുത്തിയെന്നായിരുന്നു നരേന്ദ്രമോദിയുടെ പ്രഖ്യാപനം. ദിവസക്കൂലിക്കാരും വ്യാപാരികളും തുകൽ തൊഴിലാളികളും നിറഞ്ഞ മൂന്നാം ഘട്ട മണ്ഡലങ്ങളിലെ പോളിംഗ് അതിനാൽ തന്നെ ഈ പ്രഖ്യാപനത്തിന്റെ വിധിയെഴുത്തുകൂടിയാണ്. സമാജ്വാദി പാർട്ടി 57 സീറ്റുകളിലും കോൺഗ്രസ് 12 സീറ്റുകളിലും മത്സരിക്കുന്നു. UPയിലെ പ്രചരണ ചിത്രത്തിൽ ആദ്യമായി കഴിഞ്ഞ ദിവസം പ്രിയങ്ക ഗാന്ധി നേരിട്ട് പ്രചരണത്തിനെത്തി. അഖിലേഷുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾക്കിടയിലും ശിവ്പാൽ യാദവ്, അപർണ യാദവ് എന്നിവരുടെ പ്രചരണത്തിനായി മുലായം സിംഗ് രംഗത്തെത്തിയതും ജനശ്രദ്ധയാകർഷിച്ചു. നാളെ ജനവിധിക്കായി 69 മണ്ഡലങ്ങളിലും കളമൊരുങ്ങവേ പടിഞ്ഞാറൻ UPയിലേതിന് സമാനമായി വിശ്വാസവും ബീഫും ഹിന്ദുത്വവും തന്നെയായിരുന്നു മൂന്നാം ഘട്ട തെരഞ്ഞെടുപ്പിലെയും പ്രചാരണ വിഷയങ്ങൾ. അധികാരത്തിലെത്തിയാൽ അറവുശാലകൾ അടച്ചുപൂട്ടുമെന്ന BJPയുടെ പ്രകടന പത്രികാ വാഗ്ദാനവും സംവരണ വിരുദ്ധ പരാമർശവും ഉയർത്തിക്കാട്ടിയായിരുന്നു BSPയുടെയും കോൺഗ്രസ് സമാജ്വാദി സഖ്യത്തിന്റെയും പ്രചാരണം. എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ആവർത്തനം ഇത്തവണയും ഉണ്ടാകുമെന്ന് BJP കരുതുന്നു. മനുശങ്കർ, ദില്ലി. ഇന്ന് പുലർച്ചെ കാസർഗോഡ് വാഹനാപകടത്തിൽ മരിച്ച SFI ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം അഹമ്മദ് അഫ്സലിന് നാടിന്റെ അന്ത്യാഞ്ജലി. കണ്ണൂർ സർവകലാശാല കലോത്സവം നടക്കുന്ന കാസർഗോഡ് LBS എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് പോകുമ്പോൾ അഫ്സലും മറ്റു 2 വിദ്യാർത്ഥികളും സഞ്ചരിച്ചിരുന്ന കാറും ലോറിയും ദേശീയപാതയിൽ കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. അക്കോമഡേഷൻ കമ്മിറ്റി കൺവീനർ കൂടിയായിരുന്ന അഫ്സലിന്റെ ആകസ്മിക മരണത്തെ തുടർന്ന് കണ്ണൂർ സർവകലാശാല കലോത്സവം നിർത്തിവെച്ചു. CPIM കാസർഗോഡ് ജില്ലാ കമ്മിറ്റി ഓഫീസിലും ചെന്നിക്കര NGK വായനശാലയിലും പൊതുദർശനത്തിന് വെച്ചപ്പോൾ വൻ ജനാവലി അഫ്സലിന് അന്ത്യാഞ്ജലി അർപ്പിച്ചു. മൃതദേഹം നുള്ളിപ്പാടി ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ സംസ്കരിച്ചു.
ലോകോത്തര ബ്രാൻഡുകളുടെ ഇൻവെർട്ടർ എസികൾക്കായുള്ള പ്രത്യേക കൗണ്ടർ കോഴിക്കോട് ഇഹം ഡിജിറ്റലിൽ പ്രവർത്തനം ആരംഭിച്ചു. മലബാർ ഗ്രൂപ്പ് ചെയർമാൻ MP അഹമ്മദ് കൗണ്ടർ ഉദ്ഘാടനം ചെയ്തു. സാധാരണ എസികളേക്കാൾ 50% വൈദ്യുതി ഉപയോഗത്തിൽ കുറവുണ്ടാകുമെന്നതാണ് ഇൻവെർട്ടർ എസിയുടെ പ്രത്യേകത. 10 വർഷം കംപ്രസർ വാറണ്ടിയും 5 വർഷ കണ്ടൻസർ വാറണ്ടിയും നൽകുന്നതോടൊപ്പം എസി വാങ്ങിക്കുന്നതിന് EMI സൗകര്യവും ഇഹം ഡിജിറ്റലിൽ ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുണ്ട്. മാർത്തോമാ സഭ വലിയ മെത്രോപൊലീത്ത ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റത്തിന്റെ 100ാം പിറന്നാൾ ആഘോഷം നടന്നു. കൺവെൻഷൻ നഗറിൽ 10,000-കണക്കിന് വിശ്വാസികളോടൊപ്പമായിരുന്നു ആഘോഷം. തന്റെ പ്രിയപ്പെട്ട കുട്ടികൾക്ക് കേക്ക് മുറിച്ചു നൽകിയാണ് തിരുമേനി തന്റെ 100ാം പിറന്നാൾ അവിസ്മരണീയമാക്കിയത്. ബിഷപ്പുമാരുടെയും തിരുമേനിമാരുടെയും ആശംസാ പ്രസംഗത്തോടെയും പ്രാർത്ഥനയോടെയുമായിരുന്നു ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം വലിയ മെത്രാപ്പൊലീത്തയുടെ 100ാം പിറന്നാൾ ആഘോഷത്തിന് തുടക്കമായത്. ക്രിസോസ്റ്റം തിരുമേനിയുടെ നന്മയും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന നിമിഷങ്ങളെപ്പറ്റിയുമൊക്കെ ബിഷപ്പുമാർ പങ്കുവച്ചു. കുട്ടികളുടെ കൂട്ടുകാരനായ ക്രിസോസ്റ്റം കേക്ക് മുറിച്ച് കുട്ടികൾക്ക് നൽകിയാണ് ആഘോഷ പരിപാടിയിൽ പങ്കെടുത്തത്. ചെറുപ്പകാലത്ത് മരാമൺ കൺവെൻഷൻ കാണാൻ വന്നപ്പോഴുണ്ടായ അനുഭവങ്ങളും കുസൃതിയുമെല്ലാം തന്റെ സ്വതസിദ്ധമായ നർമ്മം കലർന്ന ശൈലിയിൽ തന്നെ ക്രിസോസ്റ്റം തിരുമേനി വിശദമാക്കി. അന്ന് മുതലേ മനുഷ്യരെ കളിപ്പിക്കാൻ എനിക്കറിയാം. മണത്തെറി അറിയാൻ മാത്രമല്ല സ്തോത്രവാഴ്ച എടുക്കാനും എനിക്കറിയാം. ക്യാൻസർ രോഗം പിടിപെട്ടപ്പോൾ രോഗത്തെ ഭയക്കാതെ അതിനെ ചെറുത്തു തോൽപ്പിച്ചതും അദ്ദേഹം പറയുകയുണ്ടായി. തന്റെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും ഒരു സന്ദേശം പോലെ വിശ്വാസികൾക്ക് പറഞ്ഞുകൊടുത്താണ് ക്രിസോസ്റ്റം വലിയ മെത്രാപ്പൊലീത്ത തന്റെ പ്രസംഗം അവസാനിപ്പിച്ചത്. നിരവധി വിശിഷ്ട വ്യക്തികൾ പരിപാടിയിൽ സംബന്ധിച്ചിരുന്നു. മാരാമണിൽ നിന്നും ബിജേഷ് നടുവിൽ.